മാജിക് മോർണിംഗ്. ഇന്ന് മാജിക്കിന്റെ 2168 ദിനമാണ്. നമ്മുടെ ആരോഗ്യം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഇന്ന് നടക്കുന്ന മോർണിംഗ് സെഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. HRD ട്രെയിനറായ ജൂബി ഷിബു ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത്. സോ വെൽക്കം ജൂബി മാം. ജൂബി മാം വെൽക്കം. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട് മാം. ഗുഡ് മോർണിംഗ് എവരിബഡി. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മള് കുറച്ച് ദിവസങ്ങളായി. ഹലോ ഹലോ കേൾക്കുന്നുണ്ട് മാം. ഓക്കെ, അപ്പൊ ഹാപ്പി മോർണിംഗ് ടു എവരിബഡി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ നന്മകളും നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ചെറിയ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഇതൊരു ഇന്ററാക്ഷൻ ആണ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ. ഇന്നത്തെ കാലത്ത് ഓരോ മനുഷ്യരും നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥകളിൽ ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ നമുക്ക് പരിചയമുള്ളവരിലോ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ആയിട്ട് നിരവധി ആളുകള് ഇന്ന് പലതരത്തിലുള്ള അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. പക്ഷെ എന്താണ് യഥാർത്ഥ ആരോഗ്യം? ഞാൻ പറഞ്ഞു, ഇതൊരു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് വളരെ ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. അപ്പോൾ ഒരു ഒറ്റയ്ക്ക് ഒരാള് സംസാരിക്കുന്ന രീതിയിൽ കൂടുതൽ ഇതായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. എന്താണ് ശരിക്കും ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അസുഖമില്ലാതെ പ്രതിരോധ ശക്തിയുള്ള ശരീരമല്ലേ ആരോഗ്യം? തീർച്ചയായിട്ടും നമുക്ക് അസുഖങ്ങളില്ലാതെ ഏറ്റവും നല്ല പ്രതിരോധ ശക്തിയോടുകൂടി ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നതും ആരോഗ്യം തന്നെയാണ്. പക്ഷെ യഥാർത്ഥ ആരോഗ്യം എന്നാൽ എന്താണ്? നമ്മുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള വെൽബീയിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെയാണ് റിയൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി സോഷ്യലി ഉള്ള ഏറ്റവും വെൽബീയിങ് ആയിട്ടുള്ള ആ സിറ്റുവേഷൻ, ആ പൊസിഷൻ, അത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് നന്നായിട്ട് ജീവിക്കുന്ന ആ അവസ്ഥയാണ് ഏറ്റവും നല്ല ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആരോഗ്യം നമ്മളിൽ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മളിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഫിസിക്കൽ വെൽനെസ് അല്ലെങ്കിൽ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ ഹെൽത്ത് നോക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കുറെയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്, നന്നായിട്ട് രാവിലെയൊക്കെ മിക്കവാറും പേരും എക്സർസൈസ് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും നടക്കാൻ പോകുന്നവരുണ്ടാവാം അല്ലെ. ഇതൊക്കെ നമ്മുടെ എനർജിയെ ബൂസ്റ്റപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിസിക്കലി നമ്മളെ അത് നന്നായിട്ട് കൊണ്ടുവരാനായിട്ട്, ഹെൽത്ത് നമ്മുടെ ആരോഗ്യം നന്നായിട്ട് കൊണ്ടുവരാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണ്? ആ അസുഖത്തിലേക്ക് വരാതിരിക്കത്തക്ക രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്ത് അതിനുള്ള ഫുഡുകളും കാര്യങ്ങളും എക്സർസൈസുകളും എല്ലാം കൊടുത്ത്, ഇപ്പോ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ പോലും ഉണ്ട്. അതായത് നേരത്തെയൊക്കെ നമ്മൾ ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോകും. ഒരു പനിയാണെങ്കിൽ, ഇപ്പോൾ പനിയോ ജലദോഷമാണെങ്കിൽ അവിടെ നിന്ന് ചിലപ്പോൾ ഒരു പാരസിറ്റമോളോ ഡോളോയോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ തന്നിട്ട് നമ്മൾ തിരിച്ചു പോരും. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊരു നല്ല ഡോക്ടറെ കാണാനായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പേഴ്സണലൈസ്ഡ് മെഡിസിൻസ് ഒക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഒരാളുടെ ഫാമിലിയെ കുറിച്ച് പഠിച്ച്, അയാളുടെ ലൈഫിലെ ഹിസ്റ്ററിയെ കുറിച്ച് പഠിച്ച്, അയാളുടെ നേരത്തെ ഉണ്ടായിട്ടുള്ള അസുഖങ്ങളെ കുറിച്ച് പഠിച്ച്, അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള സിംറ്റംസിനെയൊക്കെ അവർ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ടെക്നോളജി യൂസ് ചെയ്തിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ട് അവർക്കുള്ള ഒരു ലൈഫ് ഗ്രാഫ് സെറ്റ് ചെയ്തിട്ട് അതിനായിട്ട് കൊടുക്കുന്ന മെഡിസിൻസ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന മെഡിസിൻസ് തീർച്ചയായിട്ടും നമുക്കായാലും ആർക്കായാലും വളരെ പെട്ടെന്ന് അത് ഉപയോഗമായിട്ട് മാറും, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ ടെക്നോളജി വളർന്നുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവിധ ടെസ്റ്റുകളും നടത്തിയിട്ട് ആ കറക്റ്റ് ആയിട്ടുള്ള അസുഖത്തിനെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളെപ്പോലെയുള്ളവരെന്ന് ഒരു വലിയ അസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ട്. നമുക്കറിയാം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തായിരുന്നപ്പോൾ നമുക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ടാവും,
അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ തൊട്ടടുത്ത ചെറിയ ചെറിയ ഹോസ്പിറ്റൽസ് ഉണ്ടാവും, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെല്ലാം പകരമായിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് നമ്മുടെ എല്ലാ സ്ഥലത്തേക്കും വന്നു കഴിഞ്ഞു. ഒരു പരിധിവരെ അത് ആവശ്യമാണെങ്കിൽ കൂടിയും സാധാരണക്കാരന് താങ്ങാനാവാത്ത വിധത്തിലുള്ള ക്യാഷും അതിന്റെ എക്സ്പെൻസും കോസ്റ്റും എല്ലാം കൂടെ ഓരോ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വളർന്നു കഴിഞ്ഞു. ഇതിനു മുമ്പും എല്ലാവർക്കും ട്രീറ്റ്മെന്റ് കിട്ടിയിരുന്നു, എല്ലാവർക്കും നല്ല രീതിയിലുള്ള മെഡിസിൻസ് കിട്ടിയിരുന്നു, അല്ലെങ്കിൽ ആരോഗ്യവാനായിട്ട് ജീവിച്ചിരുന്നു. അന്നത്തെ ജീവിത സാഹചര്യങ്ങളും പരിതസ്ഥിതികളും എല്ലാം തികച്ചും ഡിഫറന്റ് ആയിരുന്നുകൊണ്ട് തന്നെ അസുഖങ്ങളും കുറവായിരുന്നു. പക്ഷെ ഇന്ന് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലെ ആംബിയൻസും, അവരുടെ ആംബിയൻസ് നിലനിർത്താൻ തന്നെ കോടികളാണ് അവർ മുടക്കുന്നത്. ചെയ്യുമ്പോൾ കഫേയും, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കോഫി കുടിക്കാൻ കഫേ, റെസ്റ്റോറന്റ്, അതുപോലെ അവിടെ തന്നെ കോഫി ഐറ്റംസ് അല്ലെങ്കിൽ സ്നാക്സ് ഐറ്റംസ്, ഡ്രസ് ഐറ്റംസ്. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇന്ന് കിട്ടാത്തതായിട്ട് ഒന്നും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് ഓരോ വലിയ വലിയ ഹോസ്പിറ്റൽസ് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് തരുന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവർ തരുന്ന സൗകര്യങ്ങളും കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ചെലവാക്കേണ്ട തുകയും അതിനനുസരിച്ച് ഭീമമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സാധാരണക്കാരന് ട്രീറ്റ്മെന്റിന് പോകാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടാൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കേണ്ട അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഹെൽത്ത് ഈസ് വെൽത്ത് ആണ്. ആരോഗ്യം പണമാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അധ്വാനിക്കാനും അതിനകത്ത് നമുക്ക് വെൽത്ത് കണ്ടെത്താനും ജീവിക്കാനും ഒക്കെ കഴിയുള്ളൂ. പക്ഷെ ചെറിയ പ്രായത്തിൽ നമ്മൾ അധ്വാനിച്ച് നമ്മുടെ ആരോഗ്യം കൊടുത്തുണ്ടാക്കുന്ന പണം കുറച്ച് പ്രായം എത്തിക്കഴിയുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും നമ്മുടെ അധ്വാനം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പണം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട ഒരു സമയമായിട്ട് മാറുവാണ്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ വരുവാണ്, ജീവിത സാഹചര്യങ്ങൾ വരുവാണ്. നേരത്തെ ഹോസ്പിറ്റൽസ്, അതായത് ചെറിയ പ്രൈമറി ഹെൽത്ത് സെന്റർ ആയാലും അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ആയാലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആയാലും എല്ലാം നമ്മൾ എന്തെന്നാണ് പറയുന്നത്, ആതുരാലയങ്ങൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആതുരന് ആലയമാകുന്ന സ്ഥലം. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? തീർച്ചയായിട്ടും അല്ല. കാരണം നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പേടിയാണ്. എത്ര രൂപ ബില്ല് വരും? ഒരു ദിവസം ചിലപ്പോൾ ഒരു പനിയായിട്ട് ചെന്നാൽ പോലും തിരിച്ചിറങ്ങി പോകണമെങ്കിൽ 10,000, 15,000, 20,000, അല്ലെങ്കിൽ ഒരാഴ്ച ഒരു 2-3 ദിവസം അഡ്മിറ്റ് ആവേണ്ടി വന്ന 50,000 രൂപ മുതൽ ചെറിയ ഹോസ്പിറ്റൽസിൽ ഒരു ബില്ല് വരുന്നുണ്ട്. അപ്പൊ അസുഖം വരുമ്പോൾ അതൊരു ഭീതികരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് തന്നെ മാറിപ്പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ആതുരാലയങ്ങൾ പഴയ പോലെ നമ്മുടെ ആതുരാലയങ്ങൾ തിരിച്ച് ഹോസ്പിറ്റൽസ് എല്ലാം ആതുരാലയങ്ങളായി മാറട്ടെ. അവിടെ എല്ലാവർക്കും ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ കിട്ടത്തക്ക രീതിയിലുള്ള സജ്ജീകരണങ്ങളും അഡ്വാൻസ്ഡ് ടെക്നോളജികളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് നമ്മളെ പോലെയുള്ള എല്ലാവർക്കും സാധാരണക്കാർക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലങ്ങളായി നമ്മുടെ ആതുരാലയങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എല്ലാം മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. പിന്നെ നമുക്കറിയാം നമ്മുടെ ഫിസിക്കലി കാര്യങ്ങൾ പറഞ്ഞു, അതായത് എക്സർസൈസും ഫുഡും അല്ലെങ്കിൽ എനർജി ലെവല് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്താൽ ഫിസിക്കൽ ലെവൽ നമുക്ക് ഒരുവിധം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞുപോയി. ഒന്ന് മെന്റൽ ഹെൽത്ത് ആണ്, അല്ലെ? ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസിൽ എപ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുക. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനം നടത്തുകയുണ്ടായി. ഏകദേശം 80 വർഷങ്ങളോളം നീണ്ടുനിന്ന ആ പഠനത്തില് ആദ്യം തുടങ്ങി വെച്ച ശാസ്ത്രജ്ഞന്മാരെല്ലാം മൺമറിഞ്ഞു പോയതിനു ശേഷം പുതിയ ജൂനിയേഴ്സ് വന്ന് ആ പഠനം സ്ഥിരീകരിച്ച റിസൾട്ട് കണ്ടെത്തി. അതിങ്ങനെയാണ്, അതായത് ഏതൊരു മനുഷ്യനാണോ സ്വയം ഉൾവലിഞ്ഞ് ജീവിക്കുന്നത്, ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടോ സോഷ്യൽ ആക്ടിവിറ്റീസ് ആയിട്ടോ അല്ലെങ്കിൽ സമൂഹമായിട്ടോ ബന്ധങ്ങളില്ലാതെ ജീവിക്കുന്നത്, അവന്റെ മരണം പെട്ടെന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ മക്കളോടൊപ്പം നല്ല സമയങ്ങൾ കണ്ടെത്താനും നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം യാത്രകൾ പോകാനും നല്ല സൗകര്യങ്ങളിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരോടൊപ്പം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാനും നല്ല വാല്യബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയണം. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സമൂഹത്തിലെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മളുടെ ഒരു സാന്നിധ്യം അറിയിച്ചു കൊടുത്തുകൊണ്ട് അവരുടെയൊക്കെ ഒരു ഭാഗമായിട്ട് നിലനിന്നുകൊണ്ട് അവരിൽ ഒരാളായിട്ട് മാറുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഫിസിക്കലി മെന്റലി സോഷ്യലി ഉള്ള ഹെൽത്തിനെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുകയാണ്. അതുകൂടാതെ നമ്മുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യുകയാണ്, മറ്റുള്ളവരിലേക്ക് നമ്മുടെ കഴിവുകളെ എത്തിച്ചു കൊടുക്കുകയാണ്.
ഇനി നമ്മുടെ മെന്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ കുറച്ച് ടിപ്സും കൂടി ഒന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രചോദനാത്മകമായിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും അത് നല്ല രീതിയിൽ നമ്മളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും കൊണ്ടുവരാനും ഓരോ ദിവസവും ഓരോ നിമിഷവും ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ മെന്റൽ ഹെൽത്ത് വളർത്താനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നല്ല നല്ല റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഏറ്റവും നല്ല റിലേഷൻഷിപ്പുകളാണ് ഏറ്റവും ഹൈറ്റ്സിൽ ഒരു മനുഷ്യനെ എത്തിക്കാനായിട്ട് ഏറ്റവും നന്നായി സഹായിക്കുന്നത്. അപ്പൊ നല്ല റിലേഷൻഷിപ്പുകൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന റിലേഷൻഷിപ്പുകൾ സംരക്ഷിക്കാനും അവരുമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ നിലനിർത്താനും അവരുമായിട്ട് സംസാരിക്കാനും അവരിൽ നിന്ന് എന്തെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളാനും എല്ലാം നമ്മൾ പരിശീലിക്കുക. എല്ലാവർക്കും ലൈഫിന് ഒരു പർപ്പസ് ഉണ്ട് അല്ലെ? അതുപോലെ നമ്മുടെ ലൈഫിനും ഒരു പർപ്പസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിന്റെ ആ ഗോൾ എന്താണെന്ന് സെറ്റ് ചെയ്തുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ലൈഫ് ഗോൾ തന്നെ സെറ്റ് ചെയ്ത് അതിനു വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ വന്നായിരുന്നു ഒരു ആർക്കിടെക്ചറിന്റെ ഒരു ഇതല്ലേ. അയാൾ ഒരുപാട് പരിശ്രമിച്ച് ഒരു പെൻസിൽ കൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെട്ട ഒരാളായിട്ട് മാറിയ ഒരു ഇത്. അപ്പൊ അതുപോലെ പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല. എല്ലാ പരിശ്രമങ്ങളും അതിന്റെ ഒരു അവസാനം അതിന്റെ ഡെസ്റ്റിനിയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക, കൂടെയുള്ളവരോടൊപ്പം ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. പിന്നെ ക്ലിയർ ആയിട്ട് നമ്മുടെ മൈൻഡ് എപ്പോഴും ക്ലിയർ ആയിട്ട് സൂക്ഷിക്കുക. അപ്പൊ നമുക്കറിയാം ഓരോരുത്തരോട് ചിലരോടൊക്കെ നമ്മൾ വഴക്കൂടാറുണ്ട്, അവരോട് നമുക്ക് ദേഷ്യം വരാറുണ്ട്. പക്ഷെ ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് നമ്മളോട് തന്നെയാണ്. അവരിതൊന്നും അറിയുന്നില്ല. നമ്മൾ വഴക്കൂടും, അല്ലെങ്കിൽ അവരുടെ നമ്മുടെ മനസ്സുകൊണ്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മൾ തന്നെ വിഷമിച്ചിരിക്കും, നമ്മൾ തന്നെ അതിനകത്ത് ദേഷ്യപ്പെടും, നമ്മൾ തന്നെ നമ്മളോട് ദേഷ്യപ്പെടും. ഇതൊക്കെ അവരറിയുന്ന പോലും ഇല്ല. അവർ സുഖമായിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മളെ തന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഹെൽത്തിനെയാണ് ബാധിക്കുന്നത്. അപ്പൊ എപ്പോഴും ഓരോ ദിവസവും നമ്മുടെ മനസ്സിനെ എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഓരോ ദിവസവും ശ്രമിക്കുക. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പിന്നെ നമ്മൾ അതിനോട് ശീലാവും. തീർച്ചയായിട്ടും കുറെ നാൾ കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിന് ഓരോ ദിവസവും നമ്മളിപ്പോ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. നല്ല അഫർമേഷൻസ്, നമുക്ക് ഇന്നത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ്, എനിക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. കുറച്ച് നല്ല അഫർമേഷൻസ് സെറ്റ് ചെയ്ത് അത് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസങ്ങളിലും സംസാരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ലൈഫിലേക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ പറയുന്നത്, അതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പറയുകയും ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിലേക്ക് അത് വന്നെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ടൊക്കെ വഴക്കൂടുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്, നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. പണ്ടത്തെ നമ്മുടെ കാരണന്മാരൊക്കെ പറയൂലേ, എറിഞ്ഞ പന്തും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഓരോ വാക്കുകളും നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സൂക്ഷിച്ച ശ്രദ്ധയോടെ ഓരോ വാക്കുകളിലും നന്മയും സ്നേഹവും എല്ലാവരിലേക്കും പകർന്നു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ചിന്തകളും ഒക്കെ നമ്മൾ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ സോഷ്യൽ പരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് ശ്രദ്ധിക്കാനും കൂടുതൽ സമൂഹത്തിന്റെ ഉന്നമനത്തിനും അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ ഇറങ്ങിച്ചെന്ന് അവരിലൊരു ഭാഗമായിക്കൊണ്ട് അവരുടെ നന്മയ്ക്കും നമ്മുടെ നന്മയ്ക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക. വീട്ടിൽ ഒരുമിച്ചിരുന്ന് എല്ലാവരും സന്തോഷമായിട്ട് ആഹാരം കഴിക്കാനും ഒരുമിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും കുറച്ച് സമയങ്ങൾ കണ്ടെത്തുക. മക്കളോടൊപ്പം ദിവസവും കുറച്ചു നേരം സംസാരിച്ച് അവർക്ക് വേണ്ടിയിട്ടും കൂടെ കുറച്ച് സമയം കൊടുക്കാനും അവരുടെ സമയം കുറച്ച് നമുക്ക് കിട്ടാനും ഒക്കെ പറ്റുന്ന രീതിയിൽ അവരെയും നമ്മൾ ട്രെയിൻ ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കും ഒരു ബലം ഉണ്ടാവും. എന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എന്റെ ഫാമിലി എന്റെ കൂടെ തന്നെ ഉണ്ട്, എന്ത് സപ്പോർട്ടിനും എനിക്ക് ഇവരുണ്ട് കൂടെ എന്നൊരു സപ്പോർട്ട് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ അത് അവർക്കുടെ ലൈഫിലും സക്സസ് ആവാനുള്ള നല്ലൊരു മാർഗം നമ്മൾ തെളിയിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. ഇനിയിപ്പോ കൂടുതൽ നമ്മൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് പ്രകടമായിട്ട് വരുന്ന അസുഖങ്ങളുണ്ട്. നമ്മളിപ്പോ സാധാരണ ചെറുപ്പത്തിലൊക്കെ പനി, തലവേദന അല്ലെങ്കിൽ ജലദോഷം ഇങ്ങനെയൊക്കെ വരുന്നത് പ്രകടമായിട്ടുള്ള അസുഖങ്ങളാണ്. ഈ പ്രകടമായിട്ടുള്ള അസുഖങ്ങൾ സ്ഥായി രോഗങ്ങളായിട്ട് മാറാനും
അത് മാറാ രോഗങ്ങളായിട്ടൊക്കെ മാറുമ്പോഴാണ് അതിൽ നിന്ന് മാറാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് വരുന്നത്. ഇപ്പൊ പ്രകടമായി കാണുന്ന രോഗങ്ങളെ അതാത് സമയത്ത് ട്രീറ്റ് ചെയ്ത് മാറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ സ്ഥായി രോഗങ്ങൾ, ഇപ്പൊ ഡയബറ്റിക്സ് അല്ലെങ്കിൽ പ്രഷർ, സ്ട്രോക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നല്ല ട്രീറ്റ് ചെയ്ത് അതേ സമയത്ത് തന്നെ മാറ്റിക്കളയണം, അല്ലെങ്കിൽ അത് മാറാ രോഗങ്ങളായിട്ട് മാറും. അപ്പൊ ഇതിലേക്കൊന്നും എത്താത്ത രീതിയിൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും നമ്മളുടെ സോഷ്യൽ ആക്ടിവിറ്റീസിനെയും എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മളൊരു നല്ല വെൽബീയിങ് ആയിട്ട്, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട്, നല്ല ഐശ്വര്യപൂർണമായ ജീവിതത്തിലേക്ക് വരാനായിട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ആരോഗ്യത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങളായിരുന്നു നമുക്ക് ഇന്ന് ജൂബി മാം ഈ സെഷനിലൂടെ പറഞ്ഞു തന്നത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാവരും അറിയിച്ചോളൂ. ഫീഡ്ബാക്ക് അറിയിച്ചോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം തന്നെയാണ് മാം. അപ്പൊ അതിനെക്കുറിച്ചൊരു നല്ലൊരു സെക്ഷൻ തന്നെയാണ് മാം എടുത്തത്. നന്നായിരുന്നു മാം. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു സെക്ഷൻ. നമുക്ക് അത്യാവശ്യമായിരുന്നു ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പലതിനെയും മാനസികമായിട്ടും സമൂഹമായിട്ടും ഒക്കെ നമുക്ക് ഇടപെടണമെങ്കിൽ അത്യാവശ്യം ആരോഗ്യം തന്നെയാണ്. അല്ലാതെ ആരോഗ്യം കുറഞ്ഞവർക്ക് എപ്പോഴും നോക്കിയാലും അവർക്കൊരു വിഷാദ ഭാവമായിരിക്കും, എത്രയൊക്കെ പുറത്ത് പറഞ്ഞാലും. ആരോഗ്യം ഏറ്റവും പ്രധാനമാണ്. ഈശ്വരനോട് നന്ദി പറയേണ്ട ഓരോ ദിവസവും നമുക്ക് ആരോഗ്യം തന്നതിനെ കുറിച്ചാണ്. നല്ലൊരു സെക്ഷനായിരുന്നു. പെട്ടെന്ന് തീർന്നു പോയതുപോലെ തോന്നി. താങ്ക് യു മാം. നല്ലൊരു സെക്ഷനായിരുന്നു. താങ്ക് യു മേഘ. അടുത്ത ആള് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ സാർ. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ഹെൽത്ത്, അതുപോലെ നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ആരോഗ്യം നല്ലൊരു സെക്ഷനാണ്. കാരണം ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ കഴിയപ്പറ്റുള്ളൂ. കാരണം സമ്പത്തുണ്ടായിട്ട് മാത്രം പോരാ, ആരോഗ്യമാണ് ഏറ്റവും നമുക്ക് പ്രാധാന്യം. നല്ലൊരു സെക്ഷൻ. ഇന്നത്തെ ക്ലാസ് നല്ലൊരു ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആരോഗ്യത്തെ പറ്റിയുള്ള ക്ലാസ് കേട്ടപ്പോൾ ഇന്നത്തെ മുഴുവൻ നല്ലൊരു നമ്മളെ ആരോഗ്യം എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി നല്ല ഉദാഹരണങ്ങൾ പറയുന്നു. നന്നായിട്ടുണ്ട്. താങ്ക് യു. ഗുഡ് മോർണിംഗ് ജൂബി മാം. ക്ലാസ് നന്നായിരുന്നു. ഞാൻ ഒരു തിരക്കിലാണ്, ഒരു യാത്ര പോകേണ്ട അതിലാണുള്ളത്. അപ്പൊ ക്ലാസ് എല്ലാം നന്നായി. നമ്മൾ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് നമ്മൾ എപ്പോഴും ഒരു പ്രിവെൻഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ കൂടുതൽ ചെലവിലേക്ക് എത്താതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഹോസ്പിറ്റൽസ് എല്ലാം ഉണ്ട്, പക്ഷെ നമ്മളെ ആരോഗ്യം ശ്രദ്ധിച്ചാൽ കുറെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തിയാൽ നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ മുക്തം നേടാനും വരാതിരിക്കാനും ഇങ്ങനെയുള്ള ഇതിലേക്ക് പോകാതിരിക്കാനും പറ്റും എന്നുള്ളതാണ്. അപ്പം മാം പറഞ്ഞതുപോലെ നമ്മൾ ഫിസിക്കലായും മെന്റലായും അതേമാതിരി സോഷ്യലായിട്ടും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ആൾക്കാർ റിലേഷൻഷിപ്പിലൂടെ നല്ലൊരു ശാന്തമായ ജീവിതം കിട്ടുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നമ്മൾ നല്ല എക്സസൈസ്, റീഡിങ്, സ്ലീപ്പ്, ഇതൊക്കെ മാം പറഞ്ഞ ആ രീതിയിൽ നമുക്ക് മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞാൽ സംഗതി നമുക്ക് പണം കൂടുതൽ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൂടുതൽ കാര്യമില്ല. ഇത് നമുക്കത് ഇപ്പൊ പണം ഉണ്ടായിട്ടും നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കത് ഉപകാരപ്പെട്ടെന്ന് വരില്ല. ബഷീർ സാർ പണ്ട് പറഞ്ഞ മാതിരി നല്ല പല്ലുവേനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ബിരിയാണി കിട്ടിയിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കലുണ്ട്. അതുപോലെ തന്നെയാണ് വലിയ ബെൻസ് കാറിൽ അദ്ദേഹം പറഞ്ഞ പോലെ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിട്ട് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആരോഗ്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മാമിന്റെ ക്ലാസ് നല്ലൊരു അവയർനെസ് ആണ്. താങ്ക് യു വെരി മച്ച്. ലേശം തിരക്കുള്ളതുകൊണ്ടാണ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു. അടുത്ത ആള് പറഞ്ഞോളൂ.
ഷീജ മാം. നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. എനിക്കിപ്പോ ആരോഗ്യപരമായിട്ട് കുറെ ദിവസമായിട്ട് ഞാൻ ക്ലാസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല, സുഖമില്ലാത്തതുകൊണ്ട് തന്നെയായിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇപ്പൊ ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റും എന്നുള്ളത് വളരെ സത്യം തന്നെ. എന്തുണ്ടായിട്ടും കാര്യമില്ല, ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അനുഭവം കൊണ്ട് പഠിച്ച ഒരാളാണ് ഞാനത്. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു ഷീജ മാം. ഷില മാം. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം മാം. ഓക്കെ. നല്ലൊരു ടോപ്പിക്ക്, നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ടോപ്പിക്ക്, ഒന്നും കൂടെ അവയർനെസ് കിട്ടിയ ടോപ്പിക്ക്. ആർക്കും ഒന്നും അറിയാൻ പാടില്ലായി ഒന്നുമില്ല, പക്ഷെ ആർക്കും ഇതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ. എല്ലാം അറിയാം എല്ലാവർക്കും, ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും ആരോഗ്യത്തിന്റെ കാര്യവും എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നും ഒക്കെ നമുക്കറിയാം. അത് നമ്മൾ എത്രമാത്രം നമ്മളിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതനുസരിച്ച് നമ്മുടെ ആരോഗ്യം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും എന്താണ് ഫിസിക്കൽ ഹെൽത്തും അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നൊക്കെയുള്ള നല്ല ടിപ്സ് മാം പറഞ്ഞു തന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു മാം. താങ്ക് യു. താങ്ക് യു ഷില മാം. ദിവ്യ. ദിവ്യ എന്തോ പറയുന്നുണ്ട്, പക്ഷെ എത്തുന്നില്ല ഇങ്ങോട്ട്. ദിവ്യ കേൾക്കുന്നില്ല. ഹലോ, ദിവ്യ. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, മാനസികവും ശാരീരികവും ആരോഗ്യവും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രധാന പങ്ക് വഹിക്കുന്നു പറയുന്നില്ല. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതിനെപ്പറ്റി നല്ലൊരു ഓർമ്മപ്പെടുത്തല്, ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ആരോഗ്യപരമായിട്ടെന്നുള്ളത് കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ ക്ലാസ്സിന് കിട്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ. എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്, നമ്മളെല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് കുറെ സമയങ്ങൾ കണ്ടെത്തണം. നമ്മളിപ്പോ ഒരു 45-50 വയസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഇത്രയും നാളും ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് നാളുകൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ നമുക്ക് നമ്മളെ പറ്റിയുള്ള ഓർമ്മകൾ, നല്ല സന്തോഷങ്ങള്, ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളും കൂടെ ശ്രദ്ധിക്കണം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ യാത്രകൾ പോകാനും അതിൽ നമ്മൾ ഒരുപാട് സന്തോഷം കണ്ടെത്താനും ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാനും, വീട്ടിൽ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ലൊരു ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവരോടൊപ്പം ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് സംസാരിക്കാനും അവരുമായിട്ടൊക്കെ എൻഗേജ്ഡ് ആവാനും കൂടുതൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മുടെ മനസ്സ് നല്ല ഫ്രീ ആയിട്ട് മാറും. യാത്രകൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഹാപ്പി ആവും. നമ്മുടെ മനസ്സ് വളരുന്നതിനോടൊപ്പം നമ്മുടെ ശരീരം എനർജറ്റിക് ആവും. അങ്ങനെ നമുക്ക് ഒരുപാട് നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. എനിക്ക് ചെറിയ സുഖമില്ലാത്തൊരു അവസ്ഥയിലൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എക്സർസൈസിനെ കുറിച്ചൊന്നും ഞാൻ അതുകൊണ്ട് ആധികാരികമായിട്ട് പറയാനുള്ളൊരു ഇതില്ല. പക്ഷെ എന്നാൽ പോലും നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല കോണ്ടാക്ട്സ്, നല്ല റിലേഷൻഷിപ്പുകൾ, അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ്, ഇതെല്ലാം ഞാൻ എപ്പോഴും ഓരോ നിമിഷവും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ യാത്രകൾ പോവാറുണ്ട്. ചെറിയ പൈസ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റി വെക്കാറുണ്ട്. നമ്മുടെ ഒരു ഇൻകത്തിൽ നിന്ന് ചെറിയൊരു 10%, 15% ക്യാഷ്, നമ്മൾ ഇത്രയും നാളൊക്കെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചല്ലോ, മക്കൾക്ക് വേണ്ടി ജീവിച്ചു, അവരൊക്കെ പഠിച്ചു നല്ല രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ജീവിക്കണം. കാരണം ഇനിയുള്ള സമയം നമുക്ക് വേണ്ടി ജീവിച്ചില്ലേ നമുക്കൊരു ഓർമ്മകളൊന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ലൈഫിൽ ഓരോ നിമിഷവും സന്തോഷകരമായിട്ട്, സമാധാനപരമായിട്ട്, ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും നല്ല മൊമെന്റ്സ് ഓരോ ദിവസവും നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിച്ചാലേ നമുക്കത് കിട്ടുള്ളൂ. ഇത് റിക്വസ്റ്റ് ആണ്. നമുക്കിടെ ഗ്രൂപ്പിൽ തന്നെയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു ട്രിപ്സ് ഒക്കെ പ്ലാൻ ചെയ്യാം. ഒരുമിച്ച് ഒരു വണ്ടിയിൽ പാട്ടൊക്കെ പാടി, ഇപ്പൊ KSRTC ഒരുപാട് ട്രിപ്സ് വരുന്നുണ്ട്. തനിയെ പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെയൊക്കെ പോവാം. അതല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു 7-8-10 ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരു വണ്ടിയൊക്കെ വിളിച്ചോ അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ടൊക്കെ പോവാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും തനിയാണെങ്കിലും അപ്പൊ നമുക്ക് ആധ്യാത്മികമായിട്ടോ അല്ലെങ്കിൽ പള്ളിയിലോ അമ്പലത്തിലൊക്കെ പോകാനാണെങ്കിൽ അങ്ങനെ പോവാം. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം സന്തോഷകരമായിട്ട് ഓരോ ദിവസവും കണ്ടെത്താനായിട്ട് കുറച്ച് സമയമെങ്കിലും നമ്മൾ കണ്ടെത്തണം.
ഇത് റിക്വസ്റ്റ് ആണ്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് ഓരോരുത്തരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും നമ്മളെ തന്നെയും മാറ്റിമറിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. നല്ലൊരു വിഷയമായിരുന്നു മാം. നല്ല പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് നമ്മുടെ ആരോഗ്യം എന്നതിനെ കുറിച്ച്. നമ്മുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായ സമതുലിതാവസ്ഥയാണ് ആരോഗ്യം. പോഷകസമൃദ്ധമായ ഭക്ഷണം, വ്യായാമം, നല്ല ഉറക്കം, അതുപോലെ നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുറച്ച് നമ്മൾ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഹാപ്പിയായ കുറേ മൊമെന്റ്സ് ഒക്കെ കണ്ടെത്തി, അതായത് നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല റിലേഷൻഷിപ്പ് ഒക്കെ നിലനിർത്തി നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കുക. ആരോഗ്യം സംരക്ഷിക്കുന്നത് രോഗങ്ങൾ ഒഴിവാക്കുന്നതിനേക്കാൾ സന്തോഷകരവും ഉത്സാഹപൂർണവുമായ ഒരു ജീവിതത്തിന് നമ്മളെ സഹായിക്കുന്നു. നല്ലൊരു സെഷൻ ഇന്ന് നമുക്ക് നൽകിയ ജൂബി മാമിന് നന്ദി രേഖപ്പെടുത്തുന്നു. തന്നെയല്ല മാം ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് യാതൊരു ചെറിയ നെറ്റിന്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. എങ്കിലും ഞാൻ പറഞ്ഞ സാരമില്ല മാം, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് നന്നായിട്ട് നമുക്കത് മാം ചെയ്തു തന്നു. പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് അതിന്. ഒപ്പം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു മാം. നല്ല സബ്ജക്റ്റുമായിട്ട് ഇനിയും മാമിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക്. താങ്ക് യു. താങ്ക് യു മാം. അറിയിച്ചാൽ മതി. ഞാൻ എപ്പോഴും ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.